ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സാധാരണ വീട് കെട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്നില്ലെങ്കിൽ വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് ഇങ്ങനത്തെ മെറ്റീരിയൽസിനാണ് കൂടുതലായിട്ടും ആശ്രയിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു നൂതനമായിട്ടുള്ളൊരു ആശയമാണ് ഇപ്പോൾ ഉള്ളത്. മൺകട്ടകൾ ഉപയോഗിച്ച് പഴയ കാലത്തെ രീതികളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണത്. ഇന്നത്തെ കാലത്തെ ചൂടിനെയും അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ഹീറ്റിനെയൊക്കെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ കുളിർമയേകാനും ചൂടിനെ ഇല്ലാതാക്കാനും ഒക്കെ പ്രതിരോധിക്കാനും ഒക്കെ പറ്റിയ ഒരു പുതിയൊരു മെറ്റീരിയലാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. എംബ്രിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല്, ഇഷ്ടിക എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉറപ്പും അതേപോലെ തന്നെ ഭംഗിയും നൽകുന്ന ഒരു മെറ്റീരിയലാണ് ഈ എംബ്രിക്. ഇന്നത്തെ കാലത്ത് തേപ്പ്, അതായത് നമ്മുടെ ചുമര് തേക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ എമൗണ്ട് നമുക്ക് വീട് പണിയുന്ന സമയത്ത് ചിലവാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാനും അതുപോലെ തന്നെ തേച്ച ചുമരിനേക്കാൾ കൂടുതലായിട്ട് ഫിനിഷിങ് നൽകാനൊക്കെ പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു എംബ്രിക്. വളരെ നൂതനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലും മിക്സ് ചെയ്ത് ഇവിടെ അത് അവർ മേക്ക് ചെയ്ത് വെയിലിലിട്ട് ഉണക്കുന്നു. അത് ഏകദേശം 30 ദിവസത്തോളം ഉണക്കം തട്ടിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നു. ഈ നനവ് തട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഉറപ്പ് കൂടും. ഇത് അങ്ങനെ ഈ ഇത്തരം എംബ്രിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. ഇത് അവർ ഞങ്ങൾക്ക് മോഡലായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് തേപ്പിനും അതേപോലെ തന്നെ ഫിനിഷിങ്ങിനും വരുന്ന എമൗണ്ടിൽ നിന്ന് രക്ഷ നേടാനും അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. വേറൊരു വീടിൻ്റെ വീഡിയോ കൂടി വേറൊരു വീടിൻ്റെ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇത് പാലക്കാട് ആലത്തൂർ കുരിശ്ശേരി എന്ന ഭാഗത്തുള്ള ഒരു നിർമ്മാണ യൂണിറ്റിൻ്റെയും അതേപോലെ തന്നെ അവർ നിർമ്മിച്ച ഒരു വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ശ്രീകൃഷ്ണപുരം, തിരുവാഴിയോട് ആ ഭാഗത്തുള്ള ഒരു മിസ്റ്റർ ബിൽഡേഴ്സ് എന്നുള്ള ഒരു എംബ്രിക്കിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നുള്ള എംബ്രിക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തുള്ള മെറ്റീരിയൽ സെയിം തന്നെയാണ്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ആദ്യം കാണിച്ച അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മേക്കേഴ്സിൻ്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള കല്ലുണ്ട്. അതായത് നമ്മുടെ ചെറിയ തരത്തിലുള്ള ജെല്ലി ഉപയോഗിച്ചിട്ട് ഇത്തരം കല്ലുകൾ കുറച്ചും കൂടി പരുക്കനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മിനുസമേറിയ കല്ലുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ഭാഗത്തുള്ള മിസ്റ്റർ ബിൽഡേഴ്സിൻ്റെ എംബ്രിക്കുകളാണ്. ഈ എംബ്രിക്കുകൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മൾ മണ്ണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മണ്ണിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടാനും അതേപോലെ തന്നെ അതിൻ്റെ ഉറപ്പ് ഒന്നുകൂടി വർദ്ധിക്കാനും വേണ്ടിയിട്ട് അവർ ചെറുതായിട്ട് സിമെൻറ്റ് മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇന്നലെ ഉണ്ടാക്കിയിട്ട കല്ലുകളാണിത്. ഈ ഉണ്ടാക്കിയ കല്ലുകൾ താഴെ നിന്ന് പിറ്റേ ദിവസം അടുക്കി വെക്കാറാണ് ഇത്ര പതിവ്. അന്ന് ഞങ്ങൾ ചെന്ന ദിവസം പണിക്കാരില്ലാത്തത് കാരണം അത് അടുക്കി വെക്കാൻ പറ്റിയിട്ടില്ല. തലേ ദിവസം മഴ പെയ്തത് കാരണം അത് മൊത്തം നനഞ്ഞിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ നടക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ വക്കുകളും മറ്റും പിടിച്ചു നോക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു പൊടി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അത്രയും ഫിനിഷിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ നിർമ്മാണമെല്ലാം പക്കയാണെന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരം ബ്രിക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചുമരാണിത്. അതായത് ഒരു മതിലിൻ്റെ സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ആ കട്ടകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ബാത്റൂമാണ്. സദാസമയം നനവും കാര്യങ്ങളും തട്ടിയിട്ടും ഓരോ ദിവസം കഴിയുന്തോറും ഉറപ്പ് കൂടുക എന്നല്ലാതെ അതിന് യാതൊരുവിധ ഇളക്കവും തട്ടിയിട്ടില്ല. ഇത്തരം കട്ടകൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല എക്കോ ഫ്രണ്ട്ലി കൂടിയാണ്. അതായത് നമുക്ക് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നതെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലുള്ള ചൂടിനെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ പരമാവധി ഉള്ളിൽ നമുക്ക് പുഴുക്കം ഇല്ലാതെ ഇരിക്കാനും വളരെയധികം സഹായിക്കും. എത്രയോ കൂടുതൽ കൂനകളായിട്ട് മണ്ണുകൾ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അവർ. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മണ്ണ് എടുത്ത് അത് നന്നായി പൊടിച്ച് എന്നിട്ടാണ് അവർ ഈ നിർമ്മാണ പ്രക്രിയ നടത്തുന്നത്. ഞങ്ങൾ അവരുടെ നിർമ്മാണ പ്രക്രിയയുടെ വീഡിയോ ഒക്കെ കാണണമെന്ന് വിചാരിച്ചത്, ലൈവായിട്ട് കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ സമയത്ത് പണിക്കാരൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഓണർ നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അന്ന് വിഷുവിൻ്റെ തലേദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലൊക്കെ പോയി എന്നാണ് പറഞ്ഞത്.
ആസാമിയോ ബംഗാളിയോ ഒക്കെയാണ് അത്ര അവിടുത്തെ പണിക്കാർ. അപ്പോൾ അവരെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്, ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന കല്ലുകളാണ്. അതിൻ്റെ മുകളിലൂടെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നു. അപ്പോൾ ഇത്തരം കല്ലുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക, ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.